ദളപതി വിജയ് നായകിനെ ഇനി പുറത്തിറങ്ങാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് അദ്ദേഹത്തിന്റെ 68ാമത്തെ ചിത്രമായിട്ടുള്ള ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം അല്ലെങ്കിൽ ഗോഡ് എന്ന ചിത്രം. ഈ ഒരു ചിത്രത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലറൊക്കെ നേരത്തെ തന്നെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. ചിത്രം വരുന്ന സെപ്റ്റംബർ 5-നാണ് വേൾഡ് തിയേറ്ററിലേക്ക് റിലീസിന് എത്തുന്നത്. ചിത്രത്തിന്റെ ഒഫീഷ്യൽ 4th സിംഗിൾ നാളെ പുറത്തിറങ്ങുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട്. കൂടാതെ തന്നെ ചിത്രത്തിന്റെ സൗണ്ട് മിക്സിംഗ് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്ന് ലേറ്റസ്റ്റ് ആയിട്ട് ഒരു സ്റ്റില്ല് വഴിയും ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. ചിത്രത്തിന്റെ ഫസ്റ്റ് ഷോ കേരളത്തിൽ നടക്കാൻ പോകുന്നത് വെളുപ്പിനെ 4 മണിക്കും കൂടാതെ തന്നെ തമിഴ്നാട്ടിൽ നടക്കാൻ പോകുന്നത് രാവിലെ 9 മണിക്കായിരിക്കുമെന്ന് ഇപ്പോൾ കൺഫേം ആക്കിയിരിക്കുകയാണ്. സെൻസറും ചെയ്തിട്ടുണ്ട്. US സർട്ടിഫിക്കറ്റ് ആണ് ചിത്രത്തിന് നേടാൻ സാധിച്ചിട്ടുള്ളത്. 3 മണിക്കൂറും 3 മിനിറ്റുമാണ് ചിത്രത്തിന് ടോട്ടൽ ഡ്യൂറേഷനായി വരാൻ പോകുന്നതെന്ന കാര്യം ചിത്രത്തിന്റെ ടീം ഇപ്പോൾ ഒഫീഷ്യലി തന്നെ കൺഫേം ആക്കിയിരിക്കുകയാണ്. ആന്റണി വർഗീസിന്റെ തിയേറ്ററിലേക്ക് റിലീസിന് ഇത് വലിയ രീതിയിലുള്ള വിജയമായി മാറിയിട്ടുള്ള ചിത്രമായിരുന്നു അജഗജാന്തരം എന്ന ചിത്രം. ചിത്രത്തിന് ഒരു 2ാം ഭാഗം ഉണ്ടായിരിക്കുമെന്ന് ഇപ്പോൾ കൺഫേം ആക്കിയിരിക്കുകയാണ്. 2ാം ഭാഗത്തിന്റെ സ്ക്രിപ്റ്റ് വർക്കുകൾ നടക്കുക എന്നാണ് ചിത്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തിറങ്ങിയിട്ടുള്ള ഒരു അപ്ഡേറ്റ്. ലോകേഷ് കനകരാജിന്റെ സംവിധാനത്തിൽ തലൈവർ രജനികാന്ത് നായകനെ പുറത്തിറങ്ങാനിരിക്കുന്ന തലൈവർ രജനികാന്തിന്റെ 171ാമത്തെ ചിത്രമാണ് കൂലി എന്ന ചിത്രം. ഈ ഒരു ചിത്രത്തിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുള്ളത്. നമ്മുടെ മലയാളത്തിലുള്ള സൗബിനും ഈ ഒരു ചിത്രത്തിൽ ഒരു പ്രധാന വേഷത്തിലായി എത്തുമെന്ന് ചിത്രത്തിന്റെ ടീം ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു പോസ്റ്റർ വഴി കൺഫേം ആക്കിയിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഈ ഒരു ചിത്രത്തിന്റെ ഭാഗത്തുനിന്ന് ക്യാരക്ടർ പോസ്റ്റേഴ്സ് പുറത്തിറക്കുമെന്ന് ഒഫീഷ്യലി തന്നെ ചിത്രത്തിലെ ടീം കൺഫേം ആക്കിയിരിക്കുകയാണ്. ഉണ്ണിമൂന്നിന്റെ മേപ്പടിയൻ ചിത്രത്തിന്റെ സംവിധാനമായിട്ടുള്ള വിഷ്ണു മോഹൻ ഏറ്റവും പുതിയതായി സംവിധാനം ചെയ്യാൻ പോകുന്നത് പൃഥ്വിരാജിന് വേണ്ടി ഒരു ചിത്രമായിരിക്കുമെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. പൃഥ്വിരാജ് തന്നെയാണ് ഈ ഒരു ചിത്രം നിർമ്മിക്കുന്നതും കൂടാതെ തന്നെ ഈ ഒരു ചിത്രം ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രമായിരിക്കും. അടുത്ത വർഷം മുതലാണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കുക. കേരളത്തിന് പുറത്തും ഓവർസീൽ ഉൾപ്പെടെ ചിത്രത്തിന് ഷൂട്ടിംഗ് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടെന്ന് ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. വിജയ് സേതുപതി നായകനെ കഴിഞ്ഞ വർഷം തിയേറ്ററിലേക്ക് റിലീസിനെത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയ് നേരിട്ടുള്ള ചിത്രമായിരുന്നു വിടുതല എന്ന ചിത്രം. തുടർന്ന് ഈ ഒരു ചിത്രത്തിന് 2ാം ഭാഗം ഉണ്ടായിരിക്കുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ടായിരുന്നു. വെട്രിമാരനായിരുന്നു ഈ ഒരു ചിത്രം സംവിധാനം ചെയ്ത് ഒരുക്കിയിട്ടുള്ളത്. ചിത്രത്തിന്റെ 2ാം ഭാഗം ഈ വരുന്ന ഡിസംബർ 20-ന് വേൾഡ് തിയേറ്ററിലേക്ക് റിലീസിനെത്തുമെന്ന് ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. സൂര്യ നായകനെ പുറത്തിറങ്ങാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് അദ്ദേഹത്തിന്റെ 44ാമത്തെ ചിത്രം. ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ഷെഡ്യൂളുകൾ ഇടുക്കിയിലും കൂടാതെ തന്നെ കേരളത്തിലുമായിട്ട് നടക്കുമെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. സൂര്യയുടെ ഏറ്റവും പുതിയ റിലീസിന് ഒരുങ്ങുന്ന ചിത്രമാണ് കങ്കുവ എന്ന ചിത്രം. ചിത്രത്തിന്റെ റിലീസ് ഈ വരുന്ന ഒക്ടോബർ 10-ന് ഉണ്ടായിരിക്കുമെന്ന് നേരത്തെ തന്നെ കൺഫേം ആക്കിയിട്ടുണ്ടായിരുന്നു. ആ ഒരു റിലീസ് തീയതിയിൽ നിന്ന് ചിത്രത്തിന്റെ റിലീസ് ചേഞ്ച് ചെയ്യുമെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത്. കാരണം ചിത്രത്തിന്റെ VFX വർക്കുകൾ ഇതുവരെയായിട്ടും മൊത്തത്തിൽ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ ഈ ഒരു ചിത്രത്തിന്റെ റിലീസ് ഒക്ടോബർ 31-ലോട്ടോ അല്ലെങ്കിൽ ഈ ഒരു ചിത്രത്തിന്റെ റിലീസ് നവംബർ 14-ലോട്ടോ മാറ്റാനുള്ള ഒരു ചാൻസ് ഉണ്ടെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത്. മമ്മൂക്ക നായകന് ഏറ്റവും പുതിയ ചിത്രം വരാൻ പോവുകയാണ്. ജിതിൻ ജോസ് ആണ് ഈ ഒരു ചിത്രം സംവിധാനം ചെയ്ത് ഒരുക്കുന്നത്. ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഈ വരുന്ന സെപ്റ്റംബർ മിഡ് മുതൽ തുടങ്ങുമെന്ന് ഒഫീഷ്യൽ തന്നെ ചിത്രത്തിന്റെ ടീം കൺഫേം ആക്കിയിരിക്കുകയാണ്. മമ്മൂക്കയുടെ കരിയറിലെ വലിയൊരു വിജയം നേരിട്ടുള്ള ചിത്രമായിരുന്നു റോഷാക്ക് എന്ന ചിത്രം. ചിത്രത്തിന്റെ സമയത്തുള്ള നിസാം ബഷീർ ഏറ്റവും പുതിയതായി സംവിധാനം ചെയ്ത് ഒരുക്കാൻ പോകുന്നത് പൃഥ്വിരാജിന് വേണ്ടി ഒരു ചിത്രമായിരിക്കുമെന്ന് ഇപ്പോൾ കൺഫേം ആക്കിയിരിക്കുകയാണ്. ചിത്രത്തിന് ഒഫീഷ്യലായിട്ട് പേര് നൽകിയിരിക്കുകയാണ്. നോബഡി എന്നാണ് ചിത്രത്തിന്റെ പേരായി നൽകിയിട്ടുള്ളത്. ഇതൊരു ഫാമിലി ത്രില്ലർ ചിത്രം തന്നെ ആയിരിക്കുമെന്ന് ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. ഉണ്ണിമുന്തൻ നായകനെ പുറത്തിറങ്ങാനിരിക്കുന്ന ഏറ്റവും പുതിയൊരു വയലൻസ് ചിത്രം തന്നെയാണ് മാർക്കോ എന്ന ചിത്രം. ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്ന് ഒഫീഷ്യലി തന്നെ കൺഫേം ആക്കിയിരിക്കുകയാണ്. മിഗായൽ എന്ന ചിത്രത്തിലെ മാർക്കോ എന്ന ക്യാരക്ടറിനെ വെച്ചുകൊണ്ടെടുക്കുന്ന ഒരു സ്പിൻ ഓഫ് ചിത്രവും കൂടെയാണ്. ഈ ഒരു ചിത്രത്തിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഒഫീഷ്യലായിട്ട് ചിത്രത്തിന്റെ ടീം കൺഫേം ആക്കിയിരിക്കുകയാണ്. ചിയാൻ വിക്രം നായകനെ തിയേറ്ററിലേക്ക് റിലീസിനെത്തിയിട്ടുള്ള ഏറ്റവും പുതിയ ചിത്രമായിരുന്നു തങ്കേലാൻ എന്ന ചിത്രം. ചിത്രത്തിന് ഒരു ആവറേജ് റെസ്പോൺസ് ഒക്കെ ചിത്രത്തിന് തിയേറ്ററിൽ നിന്ന് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ചിത്രം 2 പാർട്ടുകളിലായിട്ടാണ് തിയേറ്ററിലേക്ക് റിലീസിനെത്താനിരിക്കുന്നത്. ചിത്രം ഇപ്പോൾ വേൾഡ് 100 കോടി ക്ലബിൽ ഇടം പിടിച്ചിട്ടുണ്ടെന്ന് ഒഫീഷ്യലി ചിത്രത്തിന് ടീം കൺഫേം ആക്കിയിരിക്കുകയാണ്. ദിലീപേട്ടൻ നായകനെ തിയേറ്ററിലേക്ക് റിലീസിനെത്തിയിട്ടുള്ള ഏറ്റവും പുതിയ ചിത്രമായിരുന്നു പവി കെയർടേക്കർ എന്ന ചിത്രം. ചിത്രത്തിന് വളരെ മികച്ച റെസ്പോൺസ് ഒക്കെ പ്രേക്ഷകരിൽ നിന്ന് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ചിത്രം തിയേറ്ററിൽ വലിയൊരു വിജയം ഒന്നും നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ബിസിനസ് വഴി ചിത്രം ലാഭം തന്നെയായി മാറിയിട്ടുണ്ടായിരുന്നു. ചിത്രത്തിന് OTT റിലീസിനായി ഒരുപാട് ആൾക്കാരാണ് കാത്തിരിക്കുന്നത്. ചിത്രത്തിന്റെ OTT റിലീസ് ഡേറ്റ് ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. ചിത്രം ഈ വരുന്ന സെപ്റ്റംബർ 6-ന് മനോരമ മാക്സ് വഴിയും കൂടാതെ സിംപ്ലി സൗത്ത് എന്ന ആപ്പ് വഴിയും OTT റിലീസിനെത്തുമെന്ന് ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. തണ്ണീർമത്തൻ ദിനങ്ങൾ, സൂപ്പർ ശരണ്യ പോലുള്ള ചിത്രങ്ങളുടെ ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിന് ശേഷം ചിത്രത്തിന്റെ സമയത്തുള്ള ഗിരീഷ് AD ഏറ്റവും പുതിയ സംവിധാനം ചെയ്ത് ഒരുക്കിയിട്ടുള്ള ചിത്രമായിരുന്നു പ്രേമലു എന്ന ചിത്രം. ചിത്രം ഈ വർഷം തിയേറ്ററിലേക്ക് റിലീസിനെത്തി വേൾഡ് 135 കോടി രൂപയ്ക്ക് ഗ്രോസ് കളക്ഷൻ നേടി തിയേറ്ററിൽ വലിയൊരു ബ്ലോക്ക് ബസ്റ്റർ വിജയം തന്നെ നേടിയിട്ടുണ്ടായിരുന്നു. തുടർന്ന് ചിത്രത്തിന് ഒരു 2ാം ഭാഗം ഉണ്ടായിരിക്കുമെന്നും ചിത്രത്തിന്റെ ടീം കൺഫേം ആക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കാത്തിരുന്ന ചിത്രത്തിലെ 2ാം ഭാഗത്തിന്റെ അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. 2ാം ഭാഗത്തിന്റെ ഷൂട്ടിംഗ് അടുത്ത വർഷം ജനുവരി മാസം മുതൽ തുടങ്ങുമെന്ന് ഇപ്പോൾ കൺഫേം ആക്കിയിരിക്കുകയാണ്. നെസ്ലിനെയും അമിതയും കൂടാതെ ഈ ഒരു ചിത്രത്തിൽ സന്ദീപും കൂടാതെ തന്നെ അനശ്വര രാജനും ഉണ്ടായിരിക്കുമെന്ന് ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. ചിത്രത്തിന്റെ റിലീസിനെ പറ്റിയുള്ള ഒരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ചിത്രം അടുത്ത വർഷം ഓണം റിലീസായി തിയേറ്ററിലേക്ക് റിലീസിനെത്തുമെന്ന് ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ്. ഏതായാലും പ്രേമലു എന്ന ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക.